നമസ്കാരം. കേരള സംസ്ഥാന തലത്തിൽ രൂപം കൊണ്ടിരിക്കുന്ന ഒരു വലിയ NGO ആണ് കേരള സംസ്ഥാന പൗരാവകാശ സമിതി. പൗരാവകാശം എന്ന ഒരു വാക്ക്, അതിൻ്റെ വ്യാപ്തി എന്താണെന്ന് നമ്മൾ അറിയണമെങ്കിൽ നമ്മൾ ഇന്ത്യൻ ഭരണഘടന വായിക്കണം. ഇന്നത്തെ ആനുകാലിക സമൂഹത്തിൽ കണ്ടുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഒരു വ്യക്തിക്കൊരു കാര്യം സാധിക്കണമെങ്കിൽ സർക്കാർ തലത്തിലോ അർദ്ധ സർക്കാർ തലത്തിലോ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, കേവലം പഞ്ചായത്ത് തലം മുതൽ അങ്ങ് ജില്ലാ പഞ്ചായത്ത് തുടങ്ങി കോർപ്പറേഷൻ വരെയുള്ള സംവിധാനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യാൻ വേണ്ടി നിയുക്തമാക്കപ്പെട്ടുള്ള ജനകീയമായ പ്രസ്ഥാനങ്ങളിലെല്ലാം തന്നെ കൈക്കൂലി, അഴിമതിയും, ഇന്നൊരാൾക്കൊരു കാര്യം സാധിക്കണമെങ്കിൽ ഒന്നുമില്ലെങ്കിൽ പണമോ കൈക്കൂലിയോ കൊടുക്കുക, അതല്ലെങ്കിൽ രാഷ്ട്രീയമായിരിക്കുന്ന സ്വാധീനം, മറ്റു തരത്തിലുള്ള സ്വാധീനങ്ങൾ ചെലുത്തുന്നതിലൂടെ യഥാർത്ഥത്തിലുള്ള ഒരു പൗരന്റെ അവകാശത്തെയാണ് ഇവിടെ നിഷേധിക്കുന്നത്. എന്നുവെച്ചാൽ ഒരു ന്യൂനപക്ഷം ആളുകൾ എപ്പോഴും ഒരു ഭൂരിപക്ഷം ആളുകൾക്ക് കിട്ടേണ്ടതായിരിക്കുന്ന അവകാശങ്ങളെയും അധികാരങ്ങളെയും തട്ടിയെടുക്കുന്ന ഒരു സംവിധാനം, അർഹതയില്ലാത്തവന് വേണ്ടിയിട്ട് കാര്യങ്ങൾ സേവനം ചെയ്തു കൊടുക്കുന്ന സ്ഥാപനങ്ങളായി മാറിക്കൊണ്ടിരിക്കും. ഇവിടെയാണ് കേരള സംസ്ഥാന പൗരാവകാശ സമിതിയുടെ പ്രസക്തി. ഒരു പോലീസ് വിഷയം വന്നാൽ, അല്ലെങ്കിൽ ഒരു കോടതി വിഷയം വന്നാൽ, അല്ലെങ്കിൽ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നോ സർക്കാർ തലത്തിൽ നിന്നോ ഒരു വ്യക്തിക്ക് സാധിക്കുവാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഗവൺമെൻറ് എന്തൊക്കെ സൗകര്യങ്ങളാണ്, എന്തൊക്കെ സഹായങ്ങളാണ് ഒരു പൗരന് നൽകുന്നത് എന്നുള്ളതിനെ കുറിച്ച് പോലും അറിയാൻ സാധിക്കുന്നില്ല. നമ്മുടെ പഞ്ചായത്ത് തലത്തിൽ ജനങ്ങൾക്ക് വേണ്ടി ധാരാളം ജനകീയമായിരിക്കുന്ന ഫണ്ടുകൾ ഉപയോഗിച്ച് ചെയ്യുന്ന സേവനങ്ങളും സഹായങ്ങളും ഉണ്ട്. അതൊക്കെ എന്താണെന്ന് പോലും അറിയിപ്പിക്കാനുള്ളൊരു ശ്രമം നമുക്ക് ഇല്ല. നമ്മൾ പഠിക്കുന്ന വിദ്യാലയങ്ങളിൽ പോയി വിദ്യാഭ്യാസം ചെയ്യുന്നു, ഒരു തൊഴിൽ സമ്പാദിക്കുന്നു എന്നുള്ളതല്ലാതെ വിദ്യാലയങ്ങളൊന്നും തന്നെ വിവരാലയങ്ങളായി മാറിയിട്ടില്ല. കേവലം ഒരു അപേക്ഷ പോലും, ഒരു കാര്യത്തിൻ്റെ ഒരു അപേക്ഷ പോലും കൃത്യമായി എങ്ങനെ പൂരിപ്പിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ഒരു കാര്യം എങ്ങനെ വേണം ഇത്തരം സംവിധാനങ്ങളിൽ നിന്ന് നേടിയെടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് പോലും നമ്മുടെ ആളുകൾക്കില്ല. എവിടെ ചെന്നിരുന്നാലും, ഒരു പോലീസ് സ്റ്റേഷൻ ചെന്നാലോ അല്ലെങ്കിൽ ഒരു കോടതിയിൽ ചെന്നിരുന്നാലോ, അതല്ലെങ്കിൽ ഒരു പഞ്ചായത്തിലോ മറ്റ് ജനകീയ സ്ഥാപനങ്ങളിലോ ചെന്നാലോ, അവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അഴിമതി നിറഞ്ഞ സംവിധാനങ്ങളും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വവും ഒക്കെയാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നയിക്കപ്പെടുന്ന ഒരു ജനകീയമായ മഹാപ്രസ്ഥാനമാണ് കേരള സംസ്ഥാനത്തിലുടനീളമായി നമ്മൾ രൂപം കൊടുത്തു കഴിഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് പഞ്ചായത്ത് തലത്തിൽ ലഭിക്കും. പഞ്ചായത്ത് തലത്തിൽ, താലൂക്ക് തലത്തിൽ, അതുപോലെ ജില്ലാ അടിസ്ഥാനത്തിൽ, അങ്ങനെ കേരളത്തിൻ്റെ 14 ജില്ലകളിലുമുള്ള പ്രതിനിധികളെ ഉൾപ്പെടുത്തി ഒരു വലിയ ഒരു അപ്പെക്സ് ബോഡി സംസ്ഥാന തലത്തിൽ ഇതിനുവേണ്ടി രൂപം കൊണ്ടുകഴിഞ്ഞു. റിട്ടയർഡ് ഹൈക്കോടതി ജസ്റ്റിസുമാര്, അതുപോലെ അഭിഭാഷകര്, പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വിരമിച്ചിട്ടുള്ളവര്, സാമൂഹ്യ പ്രവർത്തകര്, സന്നദ്ധ പ്രവർത്തകര്, മനുഷ്യാവകാശ പ്രവർത്തകര്, ജനപ്രതിനിധികളെ ഉൾപ്പെടുത്തി ഒരു വലിയ സംവിധാനം തന്നെ ജനങ്ങൾക്ക് വേണ്ടി സമുദായത്തിനും രാഷ്ട്രീയത്തിനും അതീതമായി നിഷ്പക്ഷമായി നിലകൊണ്ടുകൊണ്ട് ജനകീയ പ്രശ്നങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനും പഠിക്കുവാനും അതിന് വളരെ അടിയന്തരമായിരിക്കുന്ന നടപടികൾ ചെയ്യുന്നതിനും അവരെ അതിന് സഹായിക്കുന്നതിനും ഒരു കൈത്താങ്ങായി മാറിയിരിക്കുന്ന വലിയ ഒരു സംരംഭം തന്നെയാണ്. ഇതിലേക്ക് എല്ലാ ജനങ്ങളെയും സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ജയ് ഹിന്ദ്.